ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉണക്ക കൊഞ്ചും വഴുതനങ്ങയും കൂടെ കറി വെച്ചാലോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കോളൂ. കറി വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സവാളയും ഒരു 3 ഉണ്ടമുളകും എടുത്തിട്ടുണ്ട്. ഉണ്ടമുളകാണ് നമുക്ക് കറിക്ക് ടേസ്റ്റും, അതുമല്ല അതിൻ്റെ പ്രത്യേക ഒരു മണമുണ്ട്. പിന്നെ പച്ചമുളക് ഉള്ളെങ്കിൽ അതെടുത്താലും മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക കൊഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കറി വെക്കാം. കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി എടുത്തതാണ് ഇത്. അതിട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ എടുത്തു വച്ചേക്കുന്ന ഉണ്ടമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കണം. ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു 4-5 കഷ്ണം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേ സ്പൂണിന് തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കഴുകി വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൊഞ്ചിൻ്റെ തലഭാഗം ഞാൻ നുള്ളി കളഞ്ഞതിന് ശേഷമാണ് കഴുകി വെച്ചേക്കുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ച് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടപ്പ് തുറന്ന് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കറിയൊന്ന് കലക്കി വെക്കാം. ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പുളി കുറച്ചേ ഒഴിക്കാവൂ, കൂടിപ്പോവരുത്. അതുപോലെ തക്കാളിപ്പഴം 2 അരിഞ്ഞിടുണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇനി കറിയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കലക്കിയതിന് ശേഷം അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും കറിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് അല്പം കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു വറ്റൽമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ആ വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇറക്കിയത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് കടുക് വറുത്തതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ടേസ്റ്റിയായ വഴുതനങ്ങയും ഉണക്കക്കൊഞ്ചൂടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.